പക്ഷേ എനിക്കത് വിഷമമായിടോ. മുൻപ് ഗാഥയെ കാണുമ്പോൾ തമ്മിൽ കാണുന്നു, കുറച്ച് കഴിയുമ്പോൾ പിരിയുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നാറില്ല. പക്ഷെ ഇപ്പോൾ ഗാഥ എപ്പോഴും അടുത്തുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്ത് കണ്ട ഒരിക്കലും യാത്ര ചോദിക്കരുതെന്ന് തോന്നുക. ഗാഥ വല്ലാതെ മാറി. ഇപ്പോൾ ഗാഥയെ സ്നേഹിക്കാന്നല്ലാതെ ആർക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. സാറേ, അത് 100% ശരിയാ. മാറ്റമെന്ന് പറഞ്ഞാൽ അത് ചെറിയ മാറ്റമൊന്നും അല്ല. ആരെയൊക്കെയാ കയ്യിലെടുത്തിരിക്കുന്നത്? മുത്തശ്ശി ആയാലും അമ്മയായാലും അച്ഛനായാലും ഗാഥാമഠം കയ്യിലെടുത്ത് വട്ടം കറക്കി കളഞ്ഞില്ലേ? ആദ്യമൊക്കെ കാണുമ്പോ എന്തൊരു ജാടയായിരുന്നു. പറയുന്ന എല്ലാ വാക്കിലും ഒരു ധിക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്ക്, എന്തൊരു വിനയത്തോടെയാ സംസാരിക്കുന്നത്. ഒക്കെ സാറിനെ കണ്ടതിന് ശേഷാ. എന്ന് പറഞ്ഞാ ഈ മാറ്റത്തിന് ഉത്തരവാദി സാറാ. അതെങ്ങനെ? ബിസിനസ് കാര്യത്തിനല്ലാതെ സാധാരണ സാറിന്റെ ഒരു രീതിയുണ്ടല്ലോ, എല്ലാരോടും ഇടപെടുന്ന ആ മാന്യമായ രീതി. അതിനൊപ്പം പിടിക്കണമെന്ന് ഗാഥാമഠത്തിന് തോന്നിക്കണം. അതല്ലെങ്കിൽ ഈ സുന്ദരനായ ബിസിനസ്മാൻ തനിക്ക് നഷ്ടപ്പെടുമെന്ന് ഗാഥാമഠം പേടിച്ചു കാണും. അതല്ലേ സാർ ശരി? താൻ പോടോ അവിടെ. ഗാഥ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ അവളുടെ സ്വഭാവം തന്നെ മാറ്റിയത്. അങ്ങനെ ചെയ്യാനൊന്നും ഒട്ടും എളുപ്പമല്ല. ബട്ട് ഷി ഡിഡ് ഇറ്റ്. അതോടുകൂടിയാ എനിക്കും അയാളത്തെ ഒരുപാട് റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ കൂടി കൂടി വന്നത്. അതുകൊണ്ടാ അയാളെ തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ നെഞ്ചിനകത്തൊരു വേദന പോലെയൊക്കെ തോന്നുന്നത്. എന്റെ പൊന്നു സാറേ, ഈ വേദനയൊന്നും വെച്ചോണ്ട് നടക്കരുത്. ഡോക്ടറെ കാണണം. സാറേ, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞതേ ഈ വേദന ഉണ്ടാക്കി തന്നയാളെ, ഗാഥാമഠത്തെ. സാറേ, ഗാഥാമഠത്തെ ഒന്ന് വിളിച്ചേ. എന്നിട്ട് പിടിച്ചു വണ്ടി കയറ്റി പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വാ. അപ്പൊ സാറിന്റെ ഈ മൂടോട്ടൊക്കെ ഒന്ന് മാറൂന്നേ. നോക്കാം. പണ്ടൊക്കെ സാറ് നോക്കാന്ന് പറഞ്ഞാലേ ഞാൻ 3 തവണ സാറിനെ ഓർമ്മിപ്പിക്കണമായിരുന്നു. ഇത് ഗാഥാമഠത്തിന്റെ പേരിലായതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാതെ എനിക്കറിയാം. ഞാൻ ഓർമ്മിപ്പിക്കാതെ തന്നെ സാർ അത് ചെയ്തോളും. സാറ് മാത്രമല്ല, സകല കള്ളക്കാമന്മാര് അങ്ങനെ തന്നെയാ.